എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ശ്രീ മാതാ വൈഷ്ണോദേവി ടെമ്പിളിലേക്കാണ്. ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ. കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഡൽഹിയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് ജമ്മു വരെ ബസ്സിലാണ് യാത്ര. ജമ്മുവിലെ കത്രയിലാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഖത്തറിൽ നിന്നും ഡൽഹി വരെ നീളുന്ന എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. 670 കിലോമീറ്റർ നീളമുള്ള ഡൽഹിയിൽ നിന്നും ജമ്മുവിലെ ഖത്ര വരെ എത്തുന്ന 8 ലൈൻ ഹൈവേ ആണിത്. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ ഡൽഹിയിൽ നിന്നും ഖത്ര വരെ യാത്ര വളരെ എളുപ്പത്തിലാവുന്നതാണ്. വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ സെക്യൂരിറ്റി ചുമതല ഇന്ത്യൻ ആർമി ആയതുകൊണ്ട് തന്നെ എൻട്രി ആകുമ്പോൾ നമ്മുടെ ID കാർഡ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ID കാർഡ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കൗണ്ടറിനടുത്താണ്. അത് ഖത്ര സിറ്റിയിലാണ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ നിന്നാണ് മാതാ വൈഷ്ണോദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 95 ലക്ഷം ആളുകളാണ് ഓരോ വർഷവും വൈഷ്ണോദേവി ടെമ്പിൾ ദർശനം നടത്തുന്നത്. ഖത്രയിൽ നിന്നും 16 കിലോമീറ്റർ മലമുകളിൽ നടന്നു കയറിയാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ത്രികുട പർവ്വതത്തിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാണത്തിൽ പറയപ്പെടുന്ന മഹാമേരു പർവ്വതത്തെ ചുറ്റപ്പെട്ടു സ്ഥിതി ചെയ്യുന്ന 20 പർവ്വതങ്ങളിൽ 3 ആണ് ത്രികുട പർവ്വതം എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം 16 കിലോമീറ്ററാണ് മല കയറേണ്ടത്. വൈകിട്ട് 5 മണിക്കാണ് മല കയറാൻ തുടങ്ങുന്നത്. അടുത്ത ദിവസം പുലർച്ചെയാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഒരു രാത്രി മുഴുവൻ നടന്നു കയറേണ്ടതായിട്ടുണ്ട്. കിലോമീറ്റർ നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരസവാരിയും അതേപോലെ തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനവും അവൈലബിൾ ആണ്. വൈഷ്ണോദേവിയെ ഉജ്ജ്വലരൂപിയായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവിമാരുടെ സംയോജിത അവതാരമായി ആരാധിക്കപ്പെടുന്നു. ഒരു ഗുഹക്കകത്താണ് ദേവിമാരുടെ പ്രതിഷ്ഠയുള്ളത്.
ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.